welcome to all my YouTube channel, YourPlatform. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ജോബിന് കയറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതുവരെ വീഡിയോ ഒന്നും ഇടാൻ. ഒരു 2 ആഴ്ചയോളമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ വാട്സപ്പിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെന്താ നിങ്ങൾക്കിപ്പോൾ വേക്കൻസീസ് ഒന്നും കിട്ടുന്നില്ലേ എന്നുള്ളൊരു ലെവലിൽ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയണത് വേക്കൻസീസ് കിട്ടാഞ്ഞിട്ടല്ല, ഒരു ഒഴിവ് കിട്ടാഞ്ഞിട്ടാണ്. ഗ്രൂപ്പിലും ഞാൻ ജോബ്സിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം ഇപ്പോൾ ഈ ഒരു ടൈമിൽ കാരണം കമ്പനിയിൽ ജോയിൻ ചെയ്ത് നമുക്കൊരു ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഇതുണ്ടാവുമല്ലോ, അതൊന്ന് ക്ലിയർ ആവണം. ഒരു 2 ആഴ്ച എടുത്തു എല്ലാം ഒന്ന് റെഡി ആയിട്ട് സെറ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ. അപ്പോൾ അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായി. അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾക്ക് എങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ളത്. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഫ്രഷേഴ്സ് ആരൊക്കെ ഫസ്റ്റ് നമ്മൾ ദുബായിൽ വന്നിട്ട്, നിങ്ങൾക്ക് ദുബായിൽ ഫസ്റ്റ് കിട്ടുന്ന ഇൻ്റർവ്യൂ ഇല്ലേ, ചിലപ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയൂല ഈ ഇൻ്റർവ്യൂ എങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇൻ്റർവ്യൂ പോലെ ആവില്ല ഇവിടുത്തെ ഇൻ്റർവ്യൂ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് ഒരു ട്രെയിനിങ് എന്ന് പറയില്ലേ, ട്രയൽ ഇൻ്റർവ്യൂ എന്ന് പറയില്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞത്. അതിന് നെഗറ്റീവും പോസിറ്റീവും കമൻറ്റ്സ് എനിക്ക് വാട്സപ്പിൽ വന്നതാണ്. നെഗറ്റീവ് പറയുന്നത് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. കാരണം നെഗറ്റീവ് പറയാനാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് നെഗറ്റീവ് ഉണ്ട്, നമ്മൾ ജോബിന് പോകുന്നതിന് നെഗറ്റീവ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. ഞാൻ ഇത്രേ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഫ്രഷറായിട്ടുള്ള ഒരാൾ ഇവിടെ ദുബായിൽ വന്നിട്ട് ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് അറിയില്ല. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അവനോട് പറയുമ്പോഴും നമ്മൾ വായ കൊണ്ട് പറയുമ്പോൾ ഉള്ളതാവൂല. നമ്മുടെ ഫേസ് ടു ഫേസ് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ, ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂവിന് നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കാൻ പറ്റും മുന്നിൽ. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും അവരെ മുഖത്ത് നോക്കിയിട്ട് കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡെങ്കിലും നമുക്ക് കിട്ടും. ഞാൻ ആ ഒരു ഉദ്ദേശത്തിലാണ് അത് പറഞ്ഞത്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തവർ അത് ചെയ്യണ്ട, അത്രേ ഉള്ളൂ അതിൽ. അല്ലാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല, വീഡിയോ ഇടാൻ പാടില്ല. നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ. കുറേ ആൾക്കാർക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാഞ്ഞിട്ടല്ല, കോൺഫിഡൻസ് ലെവൽ ഇല്ലാഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ ഫെയിലാവുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, 6-7 വർഷത്തോളം ഇവിടെ മെക്കാനിക്കലിൻ്റെ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, പക്ഷേ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല, സംസാരിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്, ടെൻഷനാന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ജോബിന് ഒരു 2-3 ദിവസം ആ ഒരു ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപഴകിയാൽ പിന്നെ ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ ആ കാക്ക സംസാരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രശ്നം, അതൊരു സ്റ്റാർട്ടിങ് ട്രബിൾ, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് ഒരു 2 ആഴ്ച എടുത്തു എനിക്കെല്ലാം ഒന്ന് റെഡി ആയിട്ട് വരാൻ. കാരണം നമ്മളൊന്ന് പഠിച്ചിട്ട് എന്താണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അവിടുത്തെ ആൾക്കാർ എങ്ങനെയെല്ലാം നോക്കിയിട്ട് വേണം നമ്മളതൊന്ന് റെഡിയാക്കാൻ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ദുബായിൽ ഫ്രഷേഴ്സായിട്ട് ആരൊക്കെയുണ്ടോ, ഫ്രഷേഴ്സ് ആയാലും എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സ് ആയാലും ആരായാലും, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ട് ഇൻ്റർവ്യൂവിനെ കുറിച്ചെന്നുണ്ടെങ്കിൽ എൻ്റെ ആ വീഡിയോ കണ്ടാൽ മതി. അതിൽ പറയുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. ഇൻ്റർവ്യൂ നിങ്ങളത് ഫെയിലാവില്ല. അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൊണ്ട് ഫെയിലാവുന്നെങ്കിലേ ഉള്ളൂ, നിങ്ങളുടെ ടോക്കിംഗ്, ദ വേ ഓഫ് ടോക്കിംഗ്, ആ ഒരു കാര്യം കൊണ്ട് ഒരിക്കലും ഫെയിലാവില്ല. ബിക്കോസ് അത്ര 100% കോൺഫിഡൻസിൽ നിങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ജോബ് അപ്ഡേറ്റ്സ് ഞാനിപ്പോൾ ചെയ്യും. ഇനി മുതൽ ഞാൻ ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ചെയ്യും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വർക്ക് ഫ്രം ഹോം ജോബ് ഉണ്ടോ, വർക്ക് ഫ്രം ഹോം ജോബ് ഉണ്ടോ എന്ന് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടിട്ടുണ്ട്. സർവേസിൻ്റെത് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബാങ്കിങ് ഫീൽഡിൻ്റെത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാറ്റ എൻട്രി ചോദിക്കുന്നവരോട് എൻ്റെ അറിവിൽ വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യാൻ പറ്റിയ ഡാറ്റ എൻട്രീസ് ഒന്നും ഇപ്പോൾ ഇല്ല. എന്നാൽ എൻ്റെ അറിവിലായിട്ട് ഞാൻ പറഞ്ഞത്, ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചിടത്തോളം എല്ലാവരും പറയുന്നത് ഇപ്പോൾ എല്ലാവരും ഓഫീസായിട്ടാണ് ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, വർക്ക് ഫ്രം ഹോം ആയിട്ടൊന്നും ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ സൈറ്റിലൊക്കെ കാണാം, നിങ്ങളൊരു 25 ദിർഹംസ് പേ ചെയ്താൽ മന്ത്ലി നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ഏൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 25 ദിർഹംസ് അല്ലേ, അങ്ങനെ ഒന്നും പേ ചെയ്യാൻ നിൽക്കണ്ട. കാരണം പേ ചെയ്ത എമൗണ്ട് പോവും, മന്ത്ലി നിങ്ങൾക്കൊന്നും കിട്ടില്ല. 1 ദിർഹംസ് പോലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകായിട്ട് ഏൺ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഫേക്ക് ലിങ്ക്സും ഫേക്ക് സൈറ്റ്സും ഒക്കെ ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ വരാം. അപ്പോൾ ഫസ്റ്റത്തെ വേക്കൻസി എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ ഓൾ നാഷണാലിറ്റി, എല്ലാ നാഷണാലിറ്റിയിലുള്ളവർക്കും അപ്ലൈ ചെയ്യുക. അഹല്യ എക്സ്ചേഞ്ചിലേക്കുള്ള വേക്കൻസീസ് ആണ് കേട്ടോ. ഇത് 2 വേക്കൻസീസാണ്, ഡ്രൈവർ വേക്കൻസിയും കസ്റ്റമർ എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയും. അപ്പോൾ 10th 12th ഡിഗ്രി
അറ്റ്ലീസ്റ്റ് ഈ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. മൈക്രോസോഫ്റ്റ് ഓഫീസ് അറിയുന്ന ഒരാളായിരിക്കണം. വേർഡ്, എക്സൽ, പവർ പോയിന്റ് അങ്ങനെ എല്ലാ രീതിയിലും മൈക്രോസോഫ്റ്റ് ഓഫീസ് ഒരു ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളായിരിക്കണം. ഇംഗ്ലീഷ് ലാംഗ്വേജ് വെർബൽ ആൻഡ് റിട്ടേൺ സംസാരിക്കാനും എഴുതാനും അറിയുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ പങ്ക്ച്വാലിറ്റി, സ്മാർട്ട് ആൻഡ് എനർജറ്റിക് എന്ന് പറയൂലേ, ആര് കണ്ടാലും നമ്മളൊന്ന് ബോൾഡ് ആയിട്ടുള്ള ആളായിരിക്കണം. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയയാണ് അവർ ഈ ജോബിന് വെച്ചിട്ടുള്ളത്. സാലറി ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഡിസ്കസ് ചെയ്യുന്ന അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് മെയിൽ ചെയ്യേണ്ട ഫോർമാറ്റ് jobs@ahalyaexchange.com ഈ ഒരു മെയിൽ ഐ ഡിയിലാണ് നിങ്ങൾ മെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ മെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സബ്ജക്റ്റ് ലൈനിൽ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നിങ്ങൾ അത് ടൈപ്പ് ചെയ്യണം. സബ്ജക്റ്റ് എന്നുള്ള നമ്മൾക്ക് മെയിലൊരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ സബ്ജക്റ്റ്, അപ്പോൾ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിയിട്ട് വേണം ഇത് അയക്കാൻ, അല്ലാത്ത പക്ഷം ഓട്ടോ റിജക്റ്റ് ആവും. അപ്പോൾ പിന്നെ അടുത്ത വാക്കൻസി വന്നിട്ടുള്ളത് ലൈറ്റ് ഡ്യൂട്ടി ഡ്രൈവർ വാക്കൻസിയാണ്. സെയിം ഓൾ നാഷണാലിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വാലിഡ് ആയിട്ടുള്ളൊരു UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാരെയാണ് അവർ നോക്കുന്നത്. അറ്റ്ലീസ്റ്റ് 2 ഇയർ UAE എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. ഫ്ലെക്സിബിൾ വർക്ക് ടൈം, അതുപോലെ തന്നെ പങ്ക്ച്വാലിറ്റി, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെന്നല്ല, ഇംഗ്ലീഷിൻ്റെ ബേസിക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ അറിയുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ആവശ്യമുണ്ട്. പിന്നെ അതും മെയിൽ ചെയ്യേണ്ട ഫോർമാറ്റ് സെയിം ആണ്, jobs@ahalyaexchange.com. അപ്പോൾ ഇതിലും നിങ്ങളുടെ സബ്ജക്റ്റ് ലൈറ്റ് ഡ്യൂട്ടി ഡ്രൈവർ എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അങ്ങനെ മെൻഷൻ ചെയ്യാഞ്ഞാൽ നിങ്ങളുടെ CV ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ആവും. അപ്പോൾ ഈ 2 വേക്കൻസീസും ഇപ്പോൾ പുതിയതായിട്ട് വന്ന വേക്കൻസീസാണ്. പിന്നെ നിങ്ങളിൽ ആർക്കെങ്കിലും സെയിൽസ് ഫീൽഡിൽ ഇറങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പോഴും വേക്കൻസീസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നോക്കാം, അപ്ലൈ ചെയ്യുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. പിന്നെ ഈ സെയിൽസ് ഫീൽഡ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതിന് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും അത്യാവശ്യം സംസാരിച്ച് ആൾക്കാരെ കയ്യിലെടുക്കാനൊക്കെ പറ്റുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽസൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുക. പിന്നെ ഈ 2 വേക്കൻസീസ് മറക്കണ്ട, ഇന്ന് തന്നെ അപ്ലൈ ചെയ്തോ. വേക്കൻസി അവർ ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ടാവും, ഡേറ്റ് എനിക്ക് ഇതിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് മെൻഷൻ ചെയ്യാത്തത്, ഡെഡ് ലൈൻ ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. പുതിയൊരു വാക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ എല്ലാവരും നാളത്തെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, കാരണം ഞാൻ എല്ലാ ദിവസവും ഇനി വീഡിയോസ് ഇടും. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പാർട്ട് ടൈം ജോബ്സിൻ്റെ ഒരു 3-4 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ അക്കൗണ്ടിലുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.